സംസാരമൊക്കെ മാഡം അങ്ങനെ സംസാരിച്ചാൽ മതി. ഇതൊരു ഓഫീസില് ഞാനൊരു ആവശ്യമായിട്ട് വന്നതാണ്. വന്നുകൊണ്ടാണ് പറഞ്ഞത് നിങ്ങളുടെ വീട്ടിൽ ജനുവരി മാസം അല്ലാതെ ബാക്കി എല്ലാ മാസങ്ങളിലും റീഡിംഗ്. ആ മാസം എടുത്തില്ലല്ലോ, ഞാൻ പറഞ്ഞു കേൾക്കൂ. എന്റെ പരാതി ജനുവിനാണ്, എന്റെ പരാതി ജനുവിനാണ്. മാഡം കേട്ടോളൂ. സൗണ്ട് ഉണ്ടാക്കിയിട്ട് മാഡം സൗണ്ട് ഉണ്ടാക്കിയിട്ട് കാര്യമില്ല. മാഡം പതിയെ സംസാരിച്ചാൽ ഞാനും പതിയെ സംസാരിക്കും. വെള്ള പേപ്പറിലോ പച്ച പേപ്പറിലോ എഴുതണമെന്ന് ഞാൻ തീരുമാനിക്കാം. കേട്ടോ, അതെടുക്കാൻ മാഡം അല്ലല്ലോ തീരുമാനിക്കണം. ഈ രാജ്യത്ത് നിയമം ഉണ്ടാക്കിയത് മാഡമാണോ? ഇത് പറയുന്നത് കേൾക്കൂ. ഞാൻ പറയുന്നത് നിങ്ങൾ കേൾക്കണ്ടേ? ആ, നിങ്ങൾ ശ്രദ്ധിക്കൂ, പറയുന്നത് കേൾക്കൂ. നിങ്ങളുടെ മീറ്റർ റീഡിംഗ് എടുക്കാൻ വരുന്ന ആളിന് മാഡം ഇങ്ങനെ ദാഷ്ട്യത്തിൽ സംസാരിച്ചിട്ട് കാര്യമില്ല. എവിടുന്നായാലും മാഡം എന്റെ മുകളിലുള്ള ഒരു ഉദ്യോഗസ്ഥയല്ലേ? മാഡത്തിന്റെ പരാതിയൊക്കെ ഉത്തരവാദിത്വമല്ലേ? ആ, വാക്കാൽ പറയുന്ന പരാതി സ്വീകരിക്കില്ലേ? അല്ല, വാക്കാൽ പറയുന്ന പരാതി നിങ്ങൾ സ്വീകരിക്കില്ലേ? ആ, എന്താണ് തെളിവില്ലാത്തത്? എന്ത് തെളിവാണില്ലാത്തത്? ആ, ഓക്കെ. ആ, മാഡത്തിന് ഇപ്പൊ എന്താണ്? എന്റെ പരാതി കേൾക്കാൻ പറ്റില്ലേ? അല്ല, മാഡം എന്താണ്? മാഡം ഇപ്പം ഡ്യൂട്ടി സമയത്തല്ലേ ഒരു പൊതുജനം എന്ന് പറഞ്ഞ ഇങ്ങനെയാണോ പ്രതികരിക്കുന്നത്? മാഡം മൈൻഡ് ചെയ്യാതിരിക്കാൻ ഞാൻ മാഡത്തിന്റെ വേറെ അഭ്യർത്ഥനയൊന്നും അല്ലല്ലോ നടത്തുന്ന, ഔദ്യോഗികമായിട്ടല്ലേ സംസാരിക്കുന്നത്. ആ, എന്താണ് മാഡത്തിന്റെ ബുദ്ധിമുട്ട് എന്താണ്? മാഡത്തിനെ സൂചിപ്പിക്കുന്നവരെ മാത്രം ഇങ്ങനെ ഉൾക്കൊള്ളാനായിരിക്കുന്നത്. ആ, ശരി.